നാം അങ്ങനെ നൽകും. തിരിച്ചു പിടിച്ചവ തിരിച്ചു നൽകാൻ അത് സമ്പത്തായാലും സന്താനങ്ങളായാലും കുടുംബമായാലും ആരോഗ്യമായാലും കഴിവുള്ളവനാണ് റബ്ബ്. ആ കഴിവിനെ കുറിച്ച് നമുക്ക് ബോധം വേണം. അവസാനമായി ആ സംഭവം റബ്ബ് പറഞ്ഞു നിർത്തുന്നത് ഒരു വാചകം, അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരു സ്മരണയാണിത്, ഒരു ഓർമ്മപ്പെടുത്തലാണിത്. ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർക്ക്, റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ. കഷ്ടപ്പാടുകൾ വന്നാൽ, ദുരിതങ്ങൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ എന്താണ് അവർ ചെയ്യേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തൽ. അവർ ചെയ്യേണ്ടത് എന്താണ്? അർഹമുർ റഹീമീനായ റബ്ബിനോട് പറയണം, അന്നീ മസ്സനിയത്തുർ, നാഥ എനിക്ക് കഷ്ടപ്പാട് വന്നിരിക്കുന്നു, വ അൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് അലൈഹിസ്സലാം കാണിച്ചു തന്ന ചരിത്രം, അയ്യൂബ് അലൈഹിസ്സലാം പഠിപ്പിച്ചു തന്ന പാഠം, ആ പാഠത്തിന്റെ അവസാനം റബ്ബ് പറഞ്ഞ വാചകം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ള യഥാർത്ഥ ഓർമ്മപ്പെടുത്തൽ, യഥാർത്ഥ സ്മരണ. അവരെന്തു ചെയ്യണം? ഇത് അയ്യൂബ് അലൈഹിസ്സലാമിന്റെ മാത്രം ചരിത്രമല്ല. ഏതൊക്കെ നബിമാർ ഈ ഭൂലോകത്തേക്ക് വന്നിട്ടുണ്ടോ ആ നബിമാരുടെ മുഴുവൻ ചരിത്രം. നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം, അദ്ദേഹത്തെ നമുക്കറിയാം. അദ്ദേഹത്തിന് അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും നൽകി. ഒരനുഗ്രഹമൊഴികെ സന്താന സൗഭാഗ്യത്തെ അള്ളാഹു നൽകിയില്ല. കുട്ടികൾ ഉണ്ടാകുന്നില്ല. എത്ര കാലമായിട്ടും അദ്ദേഹത്തിന് പ്രയാസമായി. അദ്ദേഹം എന്തു ചെയ്തു എന്ന് കേൾക്കണ്ടേ? കുട്ടികളില്ലാത്തത് കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മാതൃക ഇതാ സക്കരിയ അലൈഹിസ്സലാം പഠിപ്പിച്ചു തരുന്നു. അദ്ദേഹം പറഞ്ഞു, റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. എന്റെ നാഥ, ലാ തദർനി ഫർദൻ, നീ എന്നെ ഒറ്റയാനാക്കരുത് നാഥ. പിന്തുടർച്ചക്കാളില്ലാതെ ഞാൻ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുമ്പോൾ എന്റെ ഒരു തരി, എന്റെ ഒരു സന്താനം ലോകത്തില്ലാതെ, ഒരു പിന്തുടർച്ചക്കാരനില്ലാതെ എന്നെ നീ ഒറ്റക്കാക്കരുത് റബ്ബേ. വ അൻത ഖൈറുൽ വാരിസീൻ, നീയാണല്ലോ എല്ലാവർക്കും അനന്തരം നൽകുന്നവൻ, എല്ലാവർക്കും പിന്തുടർച്ചക്കാരെ നൽകുന്നവൻ, എല്ലാവർക്കും സന്താനങ്ങളെ നൽകുന്നവൻ. അല്ല, ഖൈറുൽ വാരിസീൻ, ഇത് നൽകുന്നതിൽ ഏറ്റവും ഉത്തമൻ നീയാണല്ലോ റബ്ബേ. സക്കരിയ അലൈഹിസ്സലാമിന് റബ്ബ് മറുപടി പറഞ്ഞു, ഫസ്തജബ്നാ ലഹു. അയ്യൂബ് അലൈഹിസ്സലാമിനോട് പറഞ്ഞ അതേ മറുപടി, ഫസ്തജബ്നാ ലഹു. അദ്ദേഹത്തിന്റെ വിളി നാം കേട്ടു, ആ വിളിക്ക് നാം ഉത്തരം നൽകി. എങ്ങനെയാണ് ഉത്തരം നൽകിയത്? വവഹബ്നാ ലഹു യഹ്യാ, വവഹബ്നാ ലഹു യഹ്യാ. അദ്ദേഹത്തിന് നാം യഹ്യയെ നൽകി അലൈഹിസ്സലാം. യഹ്യ അലൈഹിസ്സലാമിനെ നൽകി. മാത്രമോ വഅസ്ലഹ്നാ ലഹു സൗജഹു, അദ്ദേഹത്തിന്റെ ഭാര്യക്ക് ഗർഭധാരണത്തിന് ഉപയുക്തമാകുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ നാം നന്നാക്കിയെടുത്തു. ആരോഗ്യമായ കുറവുകൾ ഉണ്ടായിരുന്നു, അനാരോഗ്യമുണ്ടായിരുന്നു, അതിനെ അള്ളാഹു നന്നാക്കിയെടുത്തു. എന്നിട്ട് അള്ളാഹു ഒരു വാചകം പറയുന്നു, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അവരാരായിരുന്നുവെന്നോ? സക്കരിയയും അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഭാര്യയും യഹ്യ അലൈഹിസ്സലാം ഒക്കെ ആരായിരുന്നുവെന്നോ? ഈ കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരൊക്കെ ആരായിരുന്നുവെന്നോ? യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകൾ അതിവേഗതയിൽ ചെയ്യുന്നവരായിരുന്നു. മാത്രമല്ല വയദ്ഊനനാ, അവർ നമ്മോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു, നമ്മോട് ദുആ ചെയ്യുന്നവരായിരുന്നു. അമ്പിയാക്കന്മാരുടെ സ്വഭാവം യദ്ഊനനാ, അവർ നമ്മോട് ദുആ ചെയ്യും. രണ്ട് രൂപത്തിൽ, റഗബൻ വറഹബൻ, രണ്ട് രൂപത്തിൽ. ആശയോടെ, പേടിയോടെ, കിട്ടണമെന്ന ആശയോടെ, പടച്ച റബ്ബേ ശിക്ഷിക്കരുതേ, ശിക്ഷയെക്കുറിച്ചുള്ള പേടിയോടെ. റഗബൻ വറഹബൻ വകാനൂ ലനാ ഖാശിഈൻ, അവർ അമ്പിയാക്കന്മാർ ലനാ ഖാശിഈൻ, നമ്മുടെ മുമ്പിൽ വിനയമുള്ളവരായിരുന്നു, ഖുശൂ ഉള്ളവരായിരുന്നു. സക്കരിയ അലൈഹിസ്സലാം, അദ്ദേഹവും അദ്ദേഹത്തെ പോലെയുള്ള അമ്പിയാക്കന്മാരുടെയും രീതി, പ്രയാസങ്ങൾ വന്നാൽ, ബുദ്ധിമുട്ടുകൾ വന്നാൽ, സന്താന സൗഭാഗ്യമില്ലെങ്കിൽ യദ്ഊനനാ റഗബൻ വറഹബൻ, ആശയോടെ, പേടിയോടെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന രൂപം.
യൂനുസ് അലൈഹിസ്സലാമിനെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. യൂനുസ് അലൈഹിസ്സലാം, അദ്ദേഹത്തെ അള്ളാഹു നബിയായി നിയോഗിച്ചു. പക്ഷേ നിയോഗിച്ച സ്ഥലത്ത് അദ്ദേഹം പോയി ജനങ്ങളെ ഉപദേശിച്ചു. ആളുകളൊന്നും ചെവിക്കൊള്ളുന്നില്ല. അദ്ദേഹത്തിന് നിരാശ വന്നു. നിരാശ വന്നപ്പോൾ അദ്ദേഹം നാട്ടുകാരോട് കോപിച്ച് ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പോയി. അദ്ദേഹം പോകാൻ പാടുണ്ടായിരുന്നില്ല, പക്ഷെ പോയി. അദ്ദേഹം ഒരു യാത്രക്ക് വേണ്ടി കപ്പലിൽ കയറി. സംഭവം നിങ്ങൾക്കറിയാം. കപ്പലിൽ നിന്ന് അദ്ദേഹത്തെ യാത്രക്കാർ എടുത്ത് പുറത്തെറിയേണ്ടി വന്നു. അദ്ദേഹം കടലിലായി. കടലിൽ വെച്ചൊരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി. കൂരിരുട്ടുള്ള രാത്രിയിൽ ചുറ്റുഭാഗവും തിരമാലകൾ അലയടിക്കുന്ന കടലിൽ ഒരു വലിയ മത്സ്യത്തിന്റെ വയറ്റിൽ യൂനുസ് അലൈഹിസ്സലാം. ചിന്തിച്ചു നോക്കൂ, ഭീകരതയുടെ, പേടിയുടെ, പ്രയാസത്തിന്റെ ഏറ്റവും ഉന്നതമായ രൂപം. എന്താണ് യൂനുസ് അലൈഹിസ്സലാം ചെയ്തത്? അദ്ദേഹം നിരാശനായില്ല, അദ്ദേഹം പേടിച്ചു വിറച്ചില്ല, അസ്വസ്ഥനായില്ല. ഏതെങ്കിലും പ്രയാസങ്ങളോ ദുരിതങ്ങളോ വരുമ്പോൾ എന്താണ് മുസ്ലിം ചെയ്യേണ്ടത് എന്ന് യൂനുസ് അലൈഹിസ്സലാം എന്ന മഹാനായ നബിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളായ തന്റെ അടിമകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. വദന്നൂൻ. ആരാണ് നൂൻ? നൂനിന്റെ ഉടമ യൂനുസ് അലൈഹിസ്സലാം. നൂൻ എന്നതാ മത്സ്യമായിരുന്നു, മത്സ്യക്കാരൻ. അതാണ് ദന്നൂൻ, മത്സ്യക്കാരൻ അഥവാ മത്സ്യത്തിന്റെ വായയിൽപ്പെട്ട യൂനുസ് അലൈഹിസ്സലാം. ദേഷ്യം പിടിച്ച് അദ്ദേഹം പോയി. ആരോട് ദേഷ്യം പിടിച്ച്? ദഅവത്ത് നടത്താൻ വേണ്ടി, പ്രബോധനം നടത്താൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട സമുദായത്തോട് ദേഷ്യം പിടിച്ച് അദ്ദേഹം പോയി. പോകുമ്പോൾ യൂനുസ് അലൈഹിസ്സലാം കരുതിയത്, ഞാൻ അള്ളാഹുവിന്റെ നബിയാണല്ലോ, അള്ളാഹു ഒരിക്കലും എനിക്ക് പ്രയാസമുണ്ടാക്കൂല, ഞെരുക്കമുണ്ടാക്കൂല, എന്നെ ഒന്നും ചെയ്യൂല, കാരണം ഞാൻ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണല്ലോ എന്നായിരുന്നു. നമുക്കൊക്കെ പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. ഞാൻ നിസ്കരിക്കുന്നവനാണ്, നോമ്പ് നോക്കുന്നവനാണ്, സക്കാത്ത് കൊടുക്കുന്നവനാണ്, സുന്നത്തൊക്കെ ചെയ്യുന്നവനാണ്, ഞാൻ അള്ളാഹുവിന്റെ നിർബന്ധമായ കൽപ്പനയിൽ ഒന്നിൽ ഏതെങ്കിലും ഒരു കുറവ് വരുത്തിയാൽ അള്ളാഹ് എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തൊന്നുമില്ല, ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളാണ്, അല്ലെ? യൂനുസ് അലൈഹിസ്സലാമിനും അങ്ങനെ തോന്നി. പക്ഷേ സംഭവിച്ചത് നാം നേരത്തെ പറഞ്ഞ കഥയാണ്. ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന്, കടലിന്റെ ആഴത്തിൽ നിന്ന്, രാത്രിയുടെ കൂരിരുട്ടിൽ നിന്ന് ഫനാദാ, അദ്ദേഹം വിളിച്ചു, അദ്ദേഹം പ്രാർത്ഥിച്ചു, അദ്ദേഹം തേടി. അള്ളാഹുവിന്റെ വാചകം ഫനാദാ ഫിദ്ദുലുമാത്ത്, ഇരുട്ടുകളുടെ അറകളിൽ നിന്ന് അദ്ദേഹം വിളിച്ചു. മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു, ഇരുട്ടിന്റെ അറ എന്ന് പറഞ്ഞാൽ മത്സ്യത്തിന്റെ വയറ്റിൽ, കടലിൽ, കൂരിരുട്ടിൽ അദ്ദേഹം വിളിച്ചു. എന്താ വിളിച്ചത്? അല്ലാ ഇലാഹ ഇല്ലാ അൻത് സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാ ഇലാഹ ഇല്ലാ അൻത്, നാഥാ എനിക്ക് ബോധ്യമായി നീയല്ലാതെ ഇലാഹില്ല, നീയല്ലാതെ ആരാധ്യനില്ല, നിന്നെയല്ലാതെ ആരാധിച്ചുകൂടാ, നിന്നോടല്ലാതെ പ്രാർത്ഥിച്ചുകൂടാ, നിന്നോടല്ലാതെ ചോദിച്ചുകൂടാ. സുബ്ഹാനക്, നാഥാ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാനിതാ നിന്നെ പരിശുദ്ധിപ്പെടുത്തുന്നു നാഥാ. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, തീർച്ചയായും ഞാൻ തെറ്റുകാരിൽ പെട്ടുപോയി നാഥാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി നാഥാ, എന്നോട് പൊറുക്കേണമേ നാഥാ. പ്രസിദ്ധമായ പ്രാർത്ഥന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിന്റെ അവസാനം വരെ ചൊല്ലുകയും അദ്ദേഹത്തിന്റെ സമുദായത്തെ പഠിപ്പിക്കുകയും ചെയ്ത പ്രാർത്ഥന. ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക് ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മുസ്ലിങ്ങളായ നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും പച്ചപിടിച്ചു നിൽക്കേണ്ട വാചകം. യൂനുസ് അലൈഹിസ്സലാം കടലിന്റെ ആഴത്തിൽ നിന്ന്, ഇരുട്ടുകളുടെ അറകളിൽ നിന്ന്, മത്സ്യത്തിന്റെ വായയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക് ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മുസ്ലിമായ മനുഷ്യന്റെ മനസ്സും, മുസ്ലിമായ മനുഷ്യന്റെ നാവും, മുസ്ലിമായ മനുഷ്യന്റെ ചിന്തയും ദുരിതങ്ങളുടെ മുമ്പിൽ, കഷ്ടപ്പാടുകളുടെ മുമ്പിൽ, പ്രയാസങ്ങളുടെ മുമ്പിൽ, നിരാശകൾ വരുമ്പോൾ ഉയരേണ്ടത് പടച്ച റബ്ബിലേക്ക്. അമ്പിയാക്കന്മാരായ മുഴുവൻ അമ്പിയാക്കന്മാരും പഠിപ്പിച്ചു തന്ന മാർഗം, സഹോദരങ്ങളെ, ഈ മാർഗമായിരിക്കണം മുഅ്മിനുകളായ നാമും സ്വീകരിക്കേണ്ടത്, മുസ്ലിങ്ങളായ നാമും സ്വീകരിക്കേണ്ടത്.